ഞങ്ങൾക്കിവിടെ പോത്തിറച്ചി, കാലിറച്ചി അങ്ങനെയുള്ള സാധനമൊന്നും കിട്ടത്തില്ല. പിന്നെ കിട്ടുന്നത് ആട്ടിറച്ചിയാണ്, ആടിൻ്റെ. അത് ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷം ഒന്ന് കറി വെക്കാമെന്ന് കണ്ടാണ്. പിന്നെ ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ എന്താണെന്നില്ല തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമല്ലോ. ഞാൻ കുറച്ച് തേങ്ങയൊക്കെ വറുത്ത് ചേർത്തതിന് ശേഷം ബാക്കി കറി വെക്കണം. ഞങ്ങൾക്കിവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ബീഫെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അത്രയ്ക്കും എതിർപ്പാണ് അത് ഇവിടെ ആ ഒരു കാര്യത്തിന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് വല്ലപ്പോഴും ആട്ടിറച്ചിയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഇറച്ചി വേവിക്കുന്നത്, കാളയിറച്ചി വേവിക്കുന്നത് പോലെ ഇതിനൊക്കെ വേവിച്ചൊക്കെയാണ് കഴിക്കുന്നത്. ഞാനിവിടെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഉള്ളി ചേർത്തത്. ഉള്ളി ചേർത്ത് അതിനോടൊപ്പം ഉപ്പും ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെയാണ് കറി വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ്. വല്ലപ്പോഴൊക്കെ നാട്ടിലൊക്കെ വരുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ മധ്യപ്രദേശിൽ കിട്ടുന്ന സ്ഥലങ്ങളുമുണ്ട്, പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ഏരിയകളിലൊന്നും കിട്ടത്തില്ല. ഞാനിവിടെ ഉള്ളി വഴറ്റിയതിന് ശേഷം അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്തൊന്ന് നല്ലവണ്ണം ഇളക്കി. അതോടൊപ്പം തന്നെ 2-3 പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് അതൊന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് അതോട് ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ പൊടികളൊക്കെ ചേർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിതുപോലെയൊക്കെയല്ലേ കറി വെക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് കറി വെക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ മട്ടൺ മസാലയാണ് ഞാൻ ചേർക്കുന്നത്. മട്ടൺ മസാല ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം പച്ചമണമൊക്കെ ഒന്ന് മാറി കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഞാനിവിടെ ഇത് മൂപ്പിച്ചെടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് എല്ലാ കറികളും വെക്കുന്നത്. ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷമൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതോട് ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഈ മസാലയൊന്ന് എണ്ണ കിടന്നൊന്ന് ഫ്രൈ ആകുന്ന വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കറി വെക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അഭിപ്രായം കൂടി അറിയിക്കാം. ഇതുപോലെ പിന്നെ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങൾ, എംപിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഞാനിത് നല്ലവണ്ണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനിയും ആവശ്യത്തിന് മട്ടൺ വേകുന്നതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിത് മസാലയെല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. ആദ്യം ചിലർ ഇറച്ചി വേവിക്കാറുണ്ട് മഞ്ഞൾ ഉപ്പിട്ട്. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ ഇത് മസാലയെല്ലാം ചേർത്ത് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.